കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ദിവസം എനിക്ക് പെട്ടെന്നൊരു ഭയങ്കര അത്യാവശ്യമായിട്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ഗുവാഹട്ടി പോകേണ്ടി വന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഗുവാഹട്ടി പോയി ഞായറാഴ്ച അവിടെ അദ്ദേഹത്തെ കണ്ടിട്ട് ഞായറാഴ്ച തന്നെ തിരിച്ച് ഗുവാഹട്ടി നിന്ന് തിങ്കളാഴ്ച ഇവിടെ വന്നു. ഞായറാഴ്ച രാത്രി ഇവിടെ എത്തി. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഫുഡ് പോയ്സൺ പിടിപെട്ടു. ഫുഡ് പോയ്സൺ ഛർദ്ദിൽ പിടിപെട്ടു. അവിടെ തിങ്കളാഴ്ചയാണ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പേഷ്യൻസ് ഓരോ സ്ഥലത്ത് നിന്ന് വരുന്നതല്ലേ. തിങ്കളാഴ്ച രാവിലെ ഛർദ്ദിലാണ്. അപ്പോൾ ഫുഡ് പോയ്സണിങ് വന്നു. അവിടെ നിന്ന് ഒരു ആലു പൊറോട്ട കഴിച്ചതാണ്. എൻ്റെ കൂടെ സ്റ്റാഫ് പറഞ്ഞു സാറിന് ഭയങ്കര ഛർദ്ദിലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഛർദ്ദിക്കലാണ് എന്താണ്, നമുക്ക് വാഷ് ബേസിനുള്ളൂ, ഛർദ്ദിക്കാമല്ലോ. പിന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും വേണം, വെള്ളം കുടിക്കാൻ ആളുണ്ട്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് ഛർദ്ദിലായി, മരുന്ന് കഴിച്ചു, ഉച്ചയായപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ രണ്ട് തരത്തിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എൻ്റെ പല അനുഭവങ്ങളും ഞാൻ പഠിച്ചിട്ട് രണ്ട് തരത്തിൽ റിയാക്ട് ചെയ്യാം. ഒന്ന്, എനിക്ക് ഛർദ്ദിലാണ്, ഭയങ്കര ഛർദ്ദിലാണ്, ഒട്ടും വയ്യ എന്ന് പറഞ്ഞിരിക്കാം. രണ്ട്, ഛർദ്ദിലാന്ന് പറഞ്ഞിട്ട് ഛർദ്ദിക്കാനുള്ള അതിൻ്റെ പോസിറ്റിവിറ്റി. എനിക്കൊരു ഇപ്പം എന്താണ്, വാഷ് ബേസിനുണ്ട്, വെള്ളമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, മരുന്ന് കഴിക്കാനുള്ള കാര്യങ്ങൾ, മരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട്, ഇതെല്ലാം ചെയ്ത് എനിക്ക് ബെറ്റർ ആകാം. ആദ്യത്തെ കണ്ടിപ്പോൾ ഞാൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞ് നെഗറ്റിവിറ്റി എടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകത്തേ ഉള്ളൂ. മറ്റേതാണെങ്കിലോ അതിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താം. ആ പോസിറ്റിവിറ്റി കണ്ടെത്തുമ്പോൾ ശരിക്കും നമ്മുടെ പ്രശ്നം ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ അതിനോടുള്ള സമീപനം ചേഞ്ച് ആകുന്നു. എനിക്ക് തോന്നുന്നു ഒരു ആർത്രൈറ്റിസ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളെ ഒരു പ്രോബ്ലത്തെ, ആർത്രൈറ്റിസ് മാത്രം ജീവിതത്തിൽ തന്നെയാണെങ്കിൽ ഒരു പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ ഔട്ട്കമും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ആങ്കൈലോസിങ് സ്പോണ്ടൈറ്റിസിലെ പല പേഷ്യൻസ് നമുക്കുണ്ട്. ചിലപ്പോഴും AS ക്ലിനിക്ക് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ആങ്കൈലോസിങ് സ്പോണ്ടൈറ്റിസ് ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ പല പേഷ്യൻസും വരും. അത് ചില പേഷ്യൻസ് മിക്കവരുടെയും കുറച്ച് പേരുടെയൊക്കെ പണ്ട് കുറേ നാൾ മുമ്പ് അസുഖം വന്നവരുടെയൊക്കെ ഇത് തല തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില ആളുകൾ വന്ന് പറയും, ഡോക്ടറെ എനിക്ക് തല തിരിക്കണമെങ്കിൽ മൊത്തം തിരിഞ്ഞ് നോക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ. അതേസമയം വേറൊരു പേഷ്യൻ്റ് എന്ന് പറയും, എങ്ങനെയുണ്ട്, അയാളുടെയും തല തിരിയത്തില്ല, എങ്ങനെയുണ്ട്, അടിപൊളി ഡോക്ടർ, സൂപ്പർ, ഐ എം ഡൂയിങ് വെരി വെൽ എന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ എന്താ പ്രശ്നം നോക്കും. അതിൽ ആദ്യത്തെ ആൾ രണ്ടുപേർക്ക് തല തിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആദ്യത്തെ ആളോട് ഞാൻ ചോദിക്കും, പുള്ളിക്ക് ബാക്കിയെല്ലാം ചെയ്യാം, ഹിപ്പിന് കുഴപ്പമില്ല, ജോയിൻസിന് കുഴപ്പമില്ല, കണ്ണിന് കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത 99 അവയവങ്ങളുണ്ട് നമുക്ക്. ഒരു ചെറിയ പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലെ എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് തിരിഞ്ഞ് നോക്കുക. പക്ഷേ പുള്ളി ഭയങ്കര വറീഡാണ് കാര്യത്തിൽ. ആ വറീഡായ ആൾ അത് ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഡിപ്രഷൻ അടിച്ചിരിക്കുക. അപ്പം 100-99 കാര്യം ചെയ്യാം. നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഡിപ്രഷൻ അടിച്ച് 99 കാര്യത്തിൽ 99 ചെയ്യില്ല. ഇത് ചുമ്മാ ഇരുന്ന് ഡിപ്രഷനാണ്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അവരുടെ ജീവിതം നിരാശാഭരിതമായിട്ട്, സന്തോഷമില്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് രാവിലെ എന്നിട്ട് ഇത് തന്നെ പുള്ളിയുടെ ചിന്ത. മറ്റേ ആളോ, കഴുത്ത് തിരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എല്ലാം ചെയ്യാമല്ലോ, എനിക്ക് ഫുട്ബോൾ കളിക്കാം, എനിക്ക് അത് ചെയ്യാം, എനിക്ക് സൈക്കിൾ ചവിട്ടാം, എനിക്ക് സിനിമ കാണാം, എനിക്ക് എന്ത് വേണം ചെയ്യാം, എനിക്ക് ജോലിക്ക് പോകാം. അയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. അയാൾ ബാക്കിയുള്ള 99-95 കാര്യങ്ങളും ചെയ്യും. കഴുത്തിരിക്കാനെക്കുറിച്ച് അയാൾ ബോധോടുമല്ല. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനെ അനുസരിച്ചിട്ടാണ് ഒരു ഔട്ട്കം വരുന്നത്. അതായത് ഈ പ്രശ്നം, കഴുത്ത് തിരിച്ചില്ല എന്ന പ്രശ്നം രണ്ടുപേർക്കും ഉണ്ട്. പക്ഷേ നമ്മളതിനെ നോക്കിക്കാണുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ ആകപ്പാടെയുള്ള പ്രശ്നം. ഫോർ എക്സാമ്പിൾ, വീട്ടിലൊരു മരണം സംഭവിച്ചു, വളരെ സങ്കടമാണ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ്. അമ്മമാർ വന്ന് പറയും, ഫോർ എക്സാമ്പിൾ 60-70 വയസ്സുള്ള അമ്മ, ഹസ്ബൻഡ് മരിച്ചു, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ പറയും, അമ്മേ ഹസ്ബൻഡ് 80-82 വയസ്സായി, പെട്ടെന്ന് മരിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഹസ്ബൻഡ് മരിച്ചത് നമുക്ക് സങ്കടമുണ്ട്, എല്ലാവർക്കും സങ്കടമുണ്ട്. സ്വന്തം ഹസ്ബൻഡ് മരിച്ചാൽ ആർക്കാ സങ്കടമില്ലാതിരിക്കുന്നത്? വളരെ സങ്കടമുണ്ട്. പക്ഷേ നമുക്ക് മക്കളുണ്ട്, നമുക്ക് താമസിക്കാൻ വീടുണ്ട്, നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാൻ വരുമാനമുണ്ട്, മക്കൾ നമ്മളെ നോക്കുന്നുണ്ട്. ഹസ്ബൻഡ് കണ്ടമാനം സഫർ ചെയ്യാതെ മരിച്ചത്, അവർക്ക് ഭയങ്കര സങ്കടം, ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോയോ. ഞാൻ പറഞ്ഞു, അമ്മേ ക്യാൻസർ പിടിവിട്ടോ, അല്ലെങ്കിൽ പക്ഷാഘാതം വന്നോ, ഒരു 82-83 വയസ്സുള്ള ആളെ ഒരു 2 വർഷം കിടന്നു പോയാൽ അതിനേക്കാളും സങ്കടമല്ലേ. അപ്പോൾ പുള്ളി നന്നായിട്ട് ചെയ്തതുകൊണ്ട്, പുള്ളിയുടെ ഭാഗ്യം കൊണ്ട് പുള്ളിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് 83-84 വയസ്സായി നന്നായിട്ട് ജീവിച്ചു, അമ്മയെ നന്നായിട്ട് നോക്കി സ്നേഹമായിട്ട് വന്നു. നിങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം 5-6 വർഷമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും ഇവരൊക്കെ. വന്നു, അവർ പോയി. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി മരിച്ചു. അമ്മയെ നോക്കുന്നുണ്ട് പിള്ളേർ. ഹസ്ബൻഡ് മരിച്ചിട്ട് സങ്കടപ്പെടേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ അതിനോട് നോക്കിക്കാണുന്ന ഒരു രീതി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഹസ്ബൻഡ് മരിച്ചല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നമുക്ക് മുമ്പോട്ടിരിക്കാം. അല്ലെങ്കിലോ, നമുക്ക് ഹസ്ബൻഡ് മരിച്ചു, യെസ് വി നീഡ് ടു മൂവ് ഓൺ, നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ എന്ന് ആലോചിച്ച് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പ്രൊഡക്റ്റീവായിട്ട് വീണ്ടും ഒരു 10 കൊല്ലം കൂടി നമുക്ക് കാണാം, മുമ്പോട്ട് പോകാം. ഏതാ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ രീതി പോവുക തന്നെയാണ് വേണ്ടത്. വി നീഡ് ടു മൂവ് ഓൺ. നമുക്ക് കാര്യങ്ങളോട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി വളരെ വ്യത്യസ്തമായിരിക്കണം. നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ പ്രോബ്ലം ചേഞ്ച് ആകുന്നില്ല, പക്ഷേ അതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട് വ്യത്യാസം വരികയാണ്. അതായത് നമ്മുടെ പ്രോബ്ലം അല്ല ശരിക്കും ഇഷ്യൂ, നമ്മുടെ
ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഒരു ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണും, പ്രശ്നങ്ങളില്ലാതിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻറ്റ് ചിലപ്പോൾ ഒരു മുട്ടിന് വേദന കാണും, അല്ലെങ്കിൽ ആംഗിളിന് വേദന കാണും, ചിലപ്പോൾ ചെറിയ തേയ്മാനം വന്ന് കാണും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പ്രശ്നങ്ങളുണ്ട്, യെസ്. പക്ഷേ നമുക്കത് എന്താ ചെയ്യാൻ പറ്റുന്നത്, അതിൽ പോസിറ്റീവായിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ചില ആളുകളുണ്ട്, ചില ആളുകളുടെ കാര്യം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ആദ്യം വീൽ ചെയറിൽ വരികയായിരിക്കും. വീൽ ചെയറിൽ വന്നു കഴിയുമ്പോൾ അവർ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, അവർക്ക് മരുന്ന് കഴിച്ചു, അവർ നടന്നു തുടങ്ങുന്ന ഒരു 1-2 മാസം സന്തോഷം കാണും. അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ഡോക്ടർ ഇത് മരുന്ന് കഴിക്കണോ? അവരുടെ ഫുള്ള് വേദന മാറിയില്ലെങ്കിൽ, ആദ്യം വേദന മാറിയില്ല എന്നുള്ള സങ്കടമായിരിക്കും. വേദന മാറിക്കഴിയുമ്പോൾ അവർ അടുത്ത സങ്കടം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മരുന്ന് കുറയ്ക്കുമ്പോൾ വേദന വന്നെങ്കിൽ അത് സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ് അടിക്കാൻ നമ്മൾ കാര്യത്തെ കണ്ടുപിടിക്കുന്നത് ഒരു നെഗറ്റിവിറ്റിയാണ്. അതേസമയം പോസിറ്റിവിറ്റി എന്താണ്? ഓക്കെ, എനിക്ക് വേദന ഉണ്ടായിരുന്നു, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ എനിക്ക് നടക്കാം, എനിക്കിത് കാര്യങ്ങൾ ചെയ്യാം, എനിക്ക് ചെറിയ മുട്ടുവേദനയൊക്കെ ഉണ്ട്, അതിന് താഴ്ത്തിരിക്കാൻ പറ്റത്തില്ല ഡോക്ടറെ, ബാക്കിയായിരിക്കില്ല എനിക്ക് ചെയ്യാം. അതായത് 199 കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ കുറച്ച് ആളുകളുണ്ട്, എനിക്ക് താഴത്ത് കുത്തിയിരിക്കുന്ന ആ ഡോക്ടറെ എനിക്ക് പ്രശ്നം, പിന്നെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പക്ഷേ മരുന്ന് കഴിക്കുക, അല്ലെ അസുഖം വന്നു എന്നുള്ളത് അവർക്ക് സങ്കടമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായി വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ വളരെ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ വരും. അത് സയൻറ്റിഫിക്കാണ് കേട്ടോ. നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ തലയിൽ എൻഡോർഫിൻ സെക്രീറ്റ് ചെയ്യപ്പെടും. ഈ എൻഡോർഫിൻസിന് ഭയങ്കരമായ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ പെയിൻ ടോളറൻസിനാണെങ്കിലും, നമ്മുടെ പെയിൻ ടോളറൻസിന് അറിയില്ല, ചെറിയ വേദന നമ്മൾ അറിയത്തില്ല, ചെറിയ ചെറിയ വേദനകൾ കുറയും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആകും, നമ്മുടെ അസുഖം തന്നെ വളരെ പെട്ടെന്ന് നന്നായിട്ട് കൺട്രോൾ ആകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെന്താകും, നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകും, നമ്മളോട് ആൾക്കാർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമാകും, നമ്മൾ സക്സസ്ഫുൾ ആകും. ആർക്കെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനോടാണോ നമ്മൾ ആളോട് സംസാരിക്കുമ്പോൾ, സന്തോഷമുള്ള ഒരാളോട് സംസാരിക്കണം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ നമ്മൾ വെറുപ്പിച്ചിരിക്കേണ്ട ആൾക്കാർക്ക് നെഗറ്റിവിറ്റി എന്ന് പറയും, നെഗറ്റീവ് ആൾക്കാരെന്ന് പറയും. അപ്പോൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളായിരിക്കണം. എല്ലാവരും സന്തോഷമായിട്ട് പെരുമാറുക. ചില ആളുകളെ കാണുന്ന എന്ത് സന്തോഷമായി, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര നല്ല മനുഷ്യനാണ്. കാരണം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. നിങ്ങളുടെ ശരീരത്തെ തളർത്താൻ ആർത്രൈറ്റിസിന് കഴിയുമായിരിക്കും, അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും കഴിയുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ തളർത്തുക ആരും സാധ്യമല്ല. നിങ്ങൾക്ക് മാത്രമേ ആ മനസ്സിൻ്റെ കൺട്രോൾ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് കാര്യമാണെങ്കിലും, ഒരാളുടെ ഒരു കാല് പോയെങ്കിൽ അയാൾക്ക് പറയാം, എനിക്കൊരു കാലുണ്ടല്ലോ, അത് വെച്ച് ഞാൻ അച്ചീവ് ചെയ്യും. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രജ്ഞനുണ്ട്, ബ്ലാക്ക് ഹോൾ തിയറിയൊക്കെ നടത്തിയതാണ്. പുള്ളിക്ക് ഒന്നുമില്ല, ആ പുള്ളിയുടെ കൈ ഫുള്ള് പാരലൈസ്ഡാണ്. പുള്ളി ബ്രെയിൻ കൊണ്ടാണ് ഇത്രയും അച്ചീവ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം നെഗറ്റിവിറ്റി എന്നൊരു കാര്യത്തെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുക, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റുക. അത് പെർസ്പെക്റ്റീവ് മാറ്റുന്നതും പെർസ്പെക്റ്റീവ് എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ, ഓരോരുത്തരുടെയും കയ്യിലാണ്. അത് വേറെ ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ഏത് പ്രോബ്ലത്തെയും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കതൊരു സൊല്യൂഷനും ഉണ്ടാകും.